ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെറിയൊരു വർക്ക് സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന കേട്ടോ. 2 മാസത്തെ വെക്കേഷൻ നാട്ടിൽ അടിച്ചു പൊളിച്ച് തിരിച്ച് നമ്മൾ ബാംഗ്ലൂരിലെത്തി. ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. കുറേ ക്ലീൻ ആക്കാനുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് വർക്ക് സ്പേസ് വെച്ച് തുടങ്ങാം. മൺഡേ തൊട്ട് ജോലിയുണ്ട്, സ്കൂൾ റീഓപ്പണായി, അപ്പോൾ പിന്നെ തിരക്കാവും. ഈ മൺഡേ എന്ന് പറയുന്നത് നാളെ ആട്ടോ. ഇന്നൊരു ദിവസം സൺഡേ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സോ നമുക്ക് വർക്ക് സ്പേസ് വെച്ച് തുടങ്ങാം. ഇനി ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്ന റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ചെറിയ വർക്ക് സ്പേസ്. ഇതാണ് നമുക്കിന്ന് ക്ലീൻ ആക്കേണ്ടത്. എന്തായാലും രാവിലെ 9 മണിയായി. അപ്പം നമുക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എനർജി ഉണ്ടാക്കാം. കുറേ ക്ലീൻ ആക്കേണ്ടതല്ലേ ഇന്ന്. സൺഡേ ആയതുകൊണ്ട് ഈസി ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് ലഞ്ച് കഴിക്കാം. സോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് ബ്രെഡ് ആൻഡ് മുട്ടോപ്പേരി ആക്കി. വാവ്, ദേവ് ചെയ്തതാ. വെരി നൈസ്. ഇനി പാപ്പ കഴിക്കാ. സോ വീട്ടിലത്തെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, ഞാനും ഭക്ഷണം കഴിച്ചു. ഇനി മെല്ലെ നമുക്ക് ക്ലീനിങ് തുടങ്ങാം. ആദ്യം ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം എന്നൊരു വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. വർക്ക് സ്പേസ് എന്ന് പറയുമ്പം ടേബിൾ മാത്രമല്ലല്ലോ, നമ്മൾ ആ റൂമും പിന്നെ അവിടെയുള്ള കബോർഡും അതൊക്കെ കൂടി ഒന്ന് ക്ലീൻ ആക്കണം. സോ മെല്ലെ മെല്ലെ ആവശ്യമില്ലാത്തത് കളഞ്ഞു. ഈ റൂമിൽ ആവശ്യമില്ലാത്ത സാധനം നമ്മൾ വേറെ സ്ഥലത്തോട്ട് മാറ്റി. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സൈഡായിട്ട് നമ്മൾ ക്ലീൻ ആക്കി തുടങ്ങി കേട്ടോ. ഞാൻ റൂം ക്ലീൻ ആക്കുന്ന സമയത്ത് അച്ഛനും മോളും കൂടി ഹൈ ഡാൻസിക്ക് കളിക്കുകയായിരുന്നു. സോ ഞാൻ ആ പാർട്ട് കട്ട് ചെയ്യാതെയോ എഡിറ്റ് ചെയ്യാതെയോ ഇരുന്നത്. ഒരു കുട്ടിയുള്ള വീട്ടിൽ നമുക്ക് എസ്തറ്റിക്കായിട്ട് ക്ലീൻ ആക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ നടക്കുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോ അതൊക്കെ ഒരു വഴിക്ക് നടക്കും. നമുക്ക് നമ്മളെ പണി ചെയ്തുകൊണ്ടിരിക്കാം. എൻ്റെ ടേബിളിൻ്റെ മേലൊരു പ്രിൻ്റർ ഉണ്ടായിരുന്നു. അത് നമ്മൾ പണ്ട് മേടിച്ചതാണ് എന്തോ ഒരു ആവശ്യത്തിന്. പിന്നെ നമ്മളത് പുറത്തേക്ക് എടുത്തത് മോൾക്ക് സ്കൂൾ ആവശ്യത്തിന് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം അതിൻ്റെ ഇങ്ക് തീർന്ന് കുറേ കാലമായി. അപ്പോൾ ആ ടേബിളിൽ നിന്ന് അത് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം സ്പേസ് കിട്ടും. അപ്പം ഞാനത് മാറ്റി അവിടുന്ന്. പിന്നെ എൻ്റെ ഹെഡ്സെറ്റും ചാർജറും മൗസും അതൊക്കെ ഒന്ന് ഒതുക്കി എൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചു. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പം തന്നെ ആ ടേബിൾ കുറച്ച് കാണാൻ വൃത്തിയായി. നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവായ ദിവസമായിരിക്കും സമയം വേഗം പോകുന്നത്. സോ ക്ലീൻ ആക്കിയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ നടുക്കുന്ന ബ്രേക്ക് എടുത്തിട്ട് ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോയി. ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് മോണിറ്ററും ലാപ്ടോപ്പൊക്കെ വെച്ചപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ. ആ പൊസിഷനൊന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ മോണിറ്ററിൻ്റെ പൊസിഷനൊന്ന് മാറ്റിയപ്പോൾ സെറ്റായി.
സോ ഫൈനലി കുറേ കഷ്ടപ്പെട്ടിട്ട് ആ റൂം ഞാനൊന്ന് സെറ്റാക്കി. ഇനി ഈ റൂമിൽ ക്ലീൻ ആക്കേണ്ട ഒരേ ഒരു സാധനം ഈ ബക്കറ്റാട്ടോ. ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ മൊത്തം കളിസാനാണ്. അതിൽ കുറേ ആവശ്യമില്ലാത്ത കളിസാനും പൊട്ടിയ കളിസാനും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത സമയം കിട്ടുമ്പോൾ ചെയ്യാം. ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാം. കുറേ പണിയെടുത്തോണ്ടാ തോന്നുന്നു നല്ല ടേസ്റ്റും നല്ല വിശപ്പും. എല്ല് മുറുകെ പണിയെടുത്താൽ പല്ല് മുറുകെ കഴിക്കാമെന്നല്ലേ. So if you like this video, please like, share and subscribe. Bye bye.